അല്ല എന്താ ചെയ്യാൻ പോണെന്ന് പറ ആദ്യം. എയർ ലെയറിങ് ചെയ്യാൻ പോണു. ഓക്കെ, ഓക്കെ. ആദ്യം കത്തി എടുക്കുക, ഹൈഡ്രോ പെറോക്സൈഡ് കൊണ്ട് കത്തി സ്റ്റെറിലൈസ് ചെയ്തു. കൈയും അതെന്തിനാ അതെങ്ങനെ ചെയ്യണേ? നമ്മുടെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ബാക്ടീരിയകൾ അതൊന്നും പറ്റാതിരിക്കാൻ. ഓടിപ്പോയി. പറഞ്ഞോ എന്താ അടി? ഒരു ചെറുവിരൽ കനുള്ള ഒരു കമ്പ് എടുക്കുക. അതിന് ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. കേക്കുണ്ടാവോ അതൊക്കെ? 2 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്യുക. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ? അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, 2 പേരും ഉണ്ട്. ഇതെവിടെ? അല്ല, അത് വേറെ. അതെടുക്കാം. എന്താടി കൊണ്ടുവരും 2 ഇഞ്ചില്. അത് കഴിഞ്ഞ് ഇങ്ങനെ സെൻറ്ററിൽ വരാം കട്ട് ചെയ്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ തിക്കിയിട്ട് അത് പൊളിച്ചെടുക്കും നമ്മൾ. ആ ഒരു ലെയർ ഓഫ് അതിന്റെ സ്കിന്ന് മാറ്റണം, ആ തൊലി മാറ്റണം. തൊലി മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലെയറുണ്ട്, അത് ഉരച്ച് കളയണം. ആ പച്ചയാണോ? പച്ച. ആ പച്ച ലെയർ കാണുന്നത് ഉരച്ച് കളയണം. പച്ച ലെയറല്ല, ഇതാ പൊളിച്ച് കളഞ്ഞു. ഓ, അതടക്കം അത് കാണുന്ന വെള്ളയാണോ? അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒരു ലെയറുണ്ട്. ഒന്ന് കൈയെടുത്തേ, ഒരു പാടം കൈയെടുത്തേ നോക്കട്ടെ. എവിടെ പാടാ? അത് കാണിച്ചു തരാം. ഓക്കെ, ഈ ലെയർ കളഞ്ഞിട്ട് കാണാം. ഈ ലെയർ ഇങ്ങനെ ഈ തൊലി കളയണം. ഈ തൊലി നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ തൊലി വന്ന് മൂടും. ഓക്കെ, ഈ പാടം നിന്ന് കഴിഞ്ഞാൽ ഈ പാടയാണ് ഈ തൊലി ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ. ഓ, അപ്പച്ചി ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചതല്ലേ? മുടുക്കാൻ. ഇതിൻ്റെ മേലെ നമ്മൾ ഇതേമാതിരി ചകിരി സെറ്റ് ചെയ്തിട്ട് ഒരു കവറിൽ സെറ്റ് ചെയ്തിട്ട് നനച്ച് ഇങ്ങനെ പുട്ടുപൊടി പരുവത്തിൽ ആക്കിയെടുക്കും. കൂടുതൽ നനവ് പാടില്ല. ഓക്കെ, അതെടുക്കുമ്പോൾ പറയാം. ഈ ചോറ് നമ്മളൊരു കവറിലാക്കിയിട്ട് നനച്ചത് കട്ട് ചെയ്യും. ഇതിൽ മണ്ണൊന്നുമില്ല, ചകിരിച്ചോറ് മാത്രം. ചകിരിച്ചോറ് നനച്ച് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഇങ്ങനെ അകത്തിയെടുക്കുക. ഓക്കെ, അകത്തിയെടുത്തതിന് ശേഷം ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. നമ്മുടെ ഈ കമ്പ് കയറാവുന്ന രീതിയിൽ എന്നിട്ട് അങ്ങനെ ആ മുറിവിലേക്ക് വെച്ചിട്ട് അത് ഇങ്ങനെ അമർത്തി പിടിക്കുക. ഒരു ഫുൾ ടൈറ്റായിട്ട് കെട്ടുക. അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇതിങ്ങനെ എടുത്തിട്ട് കെട്ടും. ഒരു 45 ദിവസം കഴിയുമ്പോൾ വേരാവും. അപ്പം നമുക്കിതിൻ്റെ കറക്റ്റ് 45 ദിവസം കഴിയുമ്പോൾ അല്ലേ? 45-50 രൂപ. ഇതിപ്പോൾ എത്ര ദിവസമായി കെട്ടി വെച്ചിട്ട്? ഒരു 15-20 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേര് പുറത്തേക്ക് വന്ന് കാണും. ഓ, ഓക്കെ. ഇതിപ്പോൾ വെള്ള കളറാണല്ലോ, അപ്പോൾ ഈ വേര് ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് അഴിച്ച് കളഞ്ഞ് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത ചെടി തന്നെയാണ് ഇത്. ഓ, ഇത് ഇപ്പുറത്തേന്ന് ഇതുമൊന്ന് കട്ട് ചെയ്ത് വെച്ചാണ് അത്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. ഇതുമൊന്ന് 3 എണ്ണം ചെയ്ത് 3 പേർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഇത് ആർക്കുള്ളതാ? ഇത് നമ്മൾ സെയിൽ ചെയ്യാനുള്ളതാ. ആർക്ക് സെയിൽ ചെയ്യും? ഓ, പുറത്ത് ആർക്കെങ്കിലും സെയിൽ ചെയ്യും. ഇത് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടേ? ഓ മൈ ഗാഡ്. ഫ്രീ നമുക്ക് കൊടുക്കണവർക്ക് കൊടുക്കണം. വേറെ ഓർഡർ തരുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ഓർഡർ ചെയ്യുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നൊക്കെ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? സീരിയസ് അല്ലാണ്ട്
നമുക്ക് ഇതിന് പണിയുണ്ട്. ഉം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ മറ്റേ ഗ്രോ ബാഗിലാക്കണം. ഇതിപ്പോ വേറെ 3 സ്ഥലത്ത് ഓൾറെഡി കൊണ്ടുവച്ചു പറഞ്ഞില്ലേ, അവിടെ പിടിച്ചാ? ഓ കായുണ്ടായി. ആ ആരുടെ? വലിയമ്മയുടെ എവിടെയാ? അപ്പൊ ചെറിയ സംഭവം തന്നെ. ചോദിക്കണ്ടോ? അപ്പച്ചന്റെ സ്വഭാവം എനിക്ക് കിട്ടിയുള്ളത്. പോട്ടെ. കിട്ടിയിട്ടില്ലെന്നാ? അപ്പച്ചന്റെ മുഖവും സ്വഭാവം ഒക്കെ കിട്ടിയിട്ടുണ്ട്. തല്ലുള്ളി സ്വഭാവം ഉണ്ടോ? അതാണുള്ളത്. നല്ല സ്വഭാവമല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരും പൊട്ട സ്വഭാവം മൊത്തം എനിക്ക് കിട്ടിയാണ്. മൂത്ത 2 നല്ല സ്വഭാവം കൊടുത്തു. എന്തേ കിട്ടണില്ലേ? അല്ല ഞാൻ നീ പറഞ്ഞതിന് ചെയ്യുന്നു. 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല സ്വഭാവമൊക്കെ തീർന്നു. അപ്പൊ 2 പേരുടെയും പൊട്ട സ്വഭാവങ്ങൾ മാത്രം എനിക്ക് കിട്ടി. എങ്ങനെയുണ്ടാ? നല്ല ഐഡിയ അല്ലേ? അമ്മ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എന്തോ പറയാൻ. അമ്മയുടെ സ്വഭാവം എനിക്കില്ലാന്ന്. അതല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് പൊട്ട സ്വഭാവന്ന്. കെട്ടി ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കെട്ടിയുറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഫുൾ ടൈറ്റായിട്ട് കെട്ടിയുറപ്പിക്കാം. ഇതുമ്മ നനയ്ക്കൊന്നും വേണ്ടല്ലോ, വർഷക്കാലമല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് എയർ ലെയറിങ്. ഇതുമ്മ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരിക്കില്ലേ. അപ്പൊ ഇതാണ് ഗൈസ് എയർ ലെയറിങ്.